എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിലും കേടാകാതെ ഇരിക്കും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ 3 മാങ്ങ ചെറുതായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങയുടെ തൊലിയോടുകൂടിയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. തൊലിയില്ലാതെ മുറിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്നങ്ങ് അലുത്തു പോകും. മുറിച്ചെടുത്ത മാങ്ങയിലോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെയൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഇതൊന്ന് അടച്ചു വെക്കാം. അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് തിരുമ്മി വെക്കുകയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റായിട്ട് വരും. ഇവിടെ എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെയൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ മാങ്ങയ്ക്കകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇത് അധികം വെള്ളമില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് അധികം വെള്ളം ഇറങ്ങി വന്നിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എള്ളെണ്ണയ്ക്ക് പകരമായിട്ട് വെളിച്ചെണ്ണ ഒഴികെയുള്ള ഏത് വെജിറ്റബിൾ ഓയിലും ഉപയോഗിക്കാം. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അച്ചാർ കേടായി പോകും. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നിട്ട് വേണം ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാൻ. കുറച്ച് വെളുത്തുള്ളി നടുവെ മുറിച്ചത്, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇവയെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല. ചേർത്തിരിക്കുന്ന കൂട്ടുകളൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് വേണം ബാക്കി പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ആദ്യം 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. മുളക് പൊടി ചേർത്ത ഉടനെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. ഉലുവ ഇതുപോലെ ഒന്ന് വറുത്തതിന് ശേഷം ഒരു കല്ലിലിട്ട് ഇടിച്ച് പൊടിച്ചെടുത്തതാണ്. കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറേ കാലം കേടുകൂടാതെ ഇരിക്കും. അടുത്തതായിട്ട് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഒന്നുകൂടി ഒന്ന് കത്തിക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടുമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇതുപോലെ വിനാഗിരി ചേർക്കാതെയാണ് ഉണ്ടാക്കിയതെങ്കിൽ ഉണ്ടാക്കിയതിന് ശേഷം ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.